ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് ചോതി നക്ഷത്രത്തിൻ്റെ 2024 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി പറയട്ടെ, ഇത് ചോതി നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ബലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ 2024 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ചോതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ ഫലം ആണ്. രണ്ടും കൂടി മിക്സായിട്ടാണ് വരുന്നത്. ഇതിലെടുത്തു പറയേണ്ടത്, പുതിയ കൂട്ടുകെട്ടുകളൊക്കെ നിങ്ങൾക്കുണ്ടാകും. പുതിയ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ, ദൃഢമായ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. കർമ്മരംഗത്തെ ഗുണകരമായ ഭാവമാണ് കാണുന്നത്. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടി വിട്ടുവീഴ്ചക്ക് തയ്യാറാകുന്നതാണ്. ചില പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആയിക്കോട്ടെ, ദാമ്പത്യ ജീവിതത്തിലായിക്കോട്ടെ, മറ്റേതെങ്കിലും കുടുംബ പ്രശ്നമായിക്കോട്ടെ, എല്ലാത്തിലാണെങ്കിലും ഒരു വിട്ടുവീഴ്ച മനോഭാവം നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു സമയമാണ്. നിങ്ങൾ ആരോപണങ്ങളിൽ നിന്നൊക്കെ ഒന്ന് കരകയറുന്ന ഒരു സമയം കൂടിയാണ് ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസം. എന്നാൽ പിതാവിൻ്റെ സ്ഥാനം അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല. പിതാവിന് അപ്രതീക്ഷിതമായിട്ട് ചില രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മനോവിഷമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. പിതാവിനെ ചൊല്ലിയിട്ട് സാമ്പത്തിക നഷ്ടവും ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് അഷ്ടമത്തിലെ കുജദൃഷ്ടി മൂലം അപകടങ്ങളിൽ നിന്നൊക്കെ തരണം ചെയ്ത് പോകാൻ പറ്റുന്ന അപകടങ്ങളൊക്കെ തലനാരിലേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ ജീവിത പങ്കാളിയെ വിവാഹചിന്തനം നടത്തുന്നവർക്ക് ജീവിത പങ്കാളി, അതായത് ജോലിയുള്ള ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സ്ഥിര വരുമാനമുള്ള ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. വ്യവസായ രംഗത്തുള്ളവർക്ക് കാലം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ബിസിനസ്സൊക്കെ വളരെ കുഴപ്പമില്ലാതെ പോകും. നിങ്ങൾ സന്താനങ്ങളുടെ ശ്രേയസ്സിന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു സമയമാണ്. അവർക്ക് വേണ്ടി ഗുണകരമായ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതാണ്, മാതാപിതാക്കൾ ചെയ്യുന്നതാണ്. നിങ്ങൾ ധാരാളം ദൂരയാത്രയൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നൊരു സമയം കൂടിയാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. നിങ്ങൾക്ക് മനക്ലേശവും വിരഹവേദനയും ധാരാളമായിട്ടുണ്ടാകുന്നൊരു സമയമാണ്. എടുത്തു പറയേണ്ടത്, നിങ്ങൾ വഞ്ചിതരാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ ഉണ്ടാകണം. ഉദാഹരണത്തിന്, ആർക്കെങ്കിലുമൊക്കെ ചെക്ക് കൊടുക്കുക, ബോണ്ടുകളിലൊക്കെ ഒപ്പിടുക, പണം കടം കൊടുക്കുക, സാക്ഷി നിൽക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ 100 വട്ടം ആലോചിച്ചിട്ടൊക്കെ ചെയ്യാവൂ. വളരെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷേ നമുക്കത് ഊരാ കൊടുക്കുകയാണതുപോലെ ആവും. അതുകൊണ്ട് ആലോചിച്ച് കണ്ട് മാത്രം ചെയ്യുക. നിങ്ങൾ വെട്ടിത്തുറന്നുള്ള സംസാരങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. മറ്റുള്ളവരുടെ ഒരു കണ്ണിലെ കരടായി മാറാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്നാൽ ഇതിലെടുത്തു പറയേണ്ട, ജീവിത നഷ്ടബോധം നിങ്ങളെ മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ചില പ്രണയബന്ധങ്ങളൊക്കെ തകർന്നു കഴിക്കുന്നവർക്ക് ഗുണകരമല്ല. എപ്പോഴും ഒരു നഷ്ടബോധം ഉണ്ടാകും. ചിലപ്പോൾ പങ്കാളി മറ്റൊരു വിവാഹമൊക്കെ കഴിച്ചു പോകുന്നതാകാം. അതല്ല എങ്കിൽ തിരിച്ച് മറ്റേതെങ്കിലും റിലേഷനിൽ പെടുകയും നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടായ ചില തീരുമാനങ്ങൾ മൂലം അവർ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു വേദന നിങ്ങൾക്കുണ്ടാകും. അതല്ലെങ്കിൽ ബിസിനസ്സിലുണ്ടാകുന്ന നഷ്ടങ്ങളാകാം. എന്തായാലും ഒരു നഷ്ടബോധം എപ്പോഴും ഉണ്ടാകും. തെളിച്ചു നിൽക്കുന്നത് ഈ പ്രണയബന്ധങ്ങൾ ശിഥിലമായി പോകുന്നത് കൊണ്ടുള്ളതാണ്. നിങ്ങളുടെ സന്താനങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ മനോദുഃഖത്തിന് ഇടവരുത്തുന്നതുകൊണ്ട് സന്താനഭാവം അത്ര ഗുണകരമായിട്ട് നിങ്ങൾക്ക് കാണുന്നില്ല. കൃഷിയിൽ ലാഭകരമായിട്ടുള്ളൊരു സമയമാണ്. കൃഷിയിൽ നിന്ന് വരുമാനം കണ്ടെത്തിയിരിക്കുന്നവർക്ക് ഗുണകരമായ ഒരു സമയമാണിത്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന, രാഷ്ട്രീയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ സമയമാണ്. ഇതിലെടുത്തു പറയേണ്ടത്, അബദ്ധ ചിന്തകളിൽ നിന്നൊക്കെ ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നൊരു സമയമാണ്. യാത്രാവേളകൾ പ്രാർത്ഥനയോടെ വേണ്ടതാണ്. യാത്ര തുടങ്ങേണ്ടത് പ്രാർത്ഥന കൈവിടാതെ വേണം യാത്ര തുടങ്ങാൻ. ദേവിയെ നന്നായിട്ട് സ്മരിച്ചിട്ട് വേണം, അമ്മയെ സ്മരിച്ചിട്ട് വേണം യാത്ര തുടങ്ങാൻ. അസമയത്തുള്ള യാത്രകൾ കഴിയാവുന്ന ഒഴിവാക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഈ ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോൾ ഉണ്ടാവും. അതുവരെ ഉണ്ടായിരുന്ന ചില പിണക്കങ്ങളൊക്കെ മാറി കുടുംബം കുറച്ചുകൂടി ഊഷ്മളമാകാനുള്ള സാധ്യതയുണ്ട്. ബന്ധുക്കളൊക്കെ ശത്രുക്കളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ പരമാവധി സഹായിക്കാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് ഈ മാസങ്ങളിൽ.
ഇതിൽ 1-2 വഴിപാടുകൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടതാണ് ഈ മാസങ്ങളിൽ. ഇതിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ദേവിക്ക് പ്രിയപ്പെട്ട ദിവസങ്ങളൊക്കെ ദേവിക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന. ചൊവ്വാഴ്ച ദിവസം ദേവി ക്ഷേത്രം ദർശിച്ചിട്ട് ശർക്കര നിവേദിക്കുക. ആ ചുവന്ന പുഷ്പം, ചുവന്ന തെച്ചിപ്പൂ കൊണ്ടുള്ള മാല ദേവിക്ക് നൽകുക. കടുംപായസം നൽകുക. അറുനാഴി കഴിക്കുക ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. വെള്ളിയാഴ്ച ദിവസമാണെങ്കിൽ വെളുത്ത പുഷ്പമാല ദേവിക്ക് കൊടുക്കുക, വെളുത്ത പുഷ്പം കൊടുക്കുക, വെളുത്ത പായസം മുതലായ കാര്യങ്ങൾ കൊടുക്കുക. പട്ടും തലയും ചാർത്തുക എന്നൊരു ചടങ്ങുണ്ട്, അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ദേവി പ്രീതിക്ക് ഉത്തമമാണ്. പറ്റുമെങ്കിൽ നിങ്ങൾ ഈ ചോറ്റാനിക്കര ദേവീക്ഷേത്രം ഒന്ന് ദർശിച്ചിട്ട് കീഴ്ക്കാവിലും മേൽക്കാവിലും ആ ശർക്കര നിവേദിച്ച് ചുവന്ന തെച്ചിപ്പൂമാലയോ അല്ല എങ്കിൽ താമരമാലയോ ഒക്കെ നൽകുന്നത് ഗുണകരമാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്നുള്ള മന്ത്രം രാവിലെയും വൈകിട്ടും കുളി കഴിഞ്ഞിട്ട് ഒരു 20 തവണയോ 50 തവണയോ 100 തവണയോ ഒക്കെ ഉരുവിടുന്നത് ഗുണകരമായിരിക്കും. അതുപോലെ തന്നെ പിതാവിൻ്റെ ആരോഗ്യം പ്രശ്നമായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് പിതാവിൻ്റെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ മൃത്യുഞ്ജയ ഹോമോ ശിവക്ഷേത്രത്തിൽ കരിക്കുക. അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങൾ സുദർശന മന്ത്രാർച്ചന പിതാവിൻ്റെ പേരിൽ വിഷ്ണു ക്ഷേത്രത്തിൽ കഴിക്കുക. ധന്വന്തര മൂർത്തിയുടെ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെ പാനകം വഴിപാടായിട്ട് കഴിക്കുന്നതും ഗുണകരമാണ്. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാലങ്ങളൊക്കെ ഒരുമാതിരി പ്രശ്നങ്ങളൊക്കെ വിട്ടുമാറി തൽക്കാലമൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള ബലം നിങ്ങൾക്ക് ഭഗവാൻ ദേവിയൊക്കെ തരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.